ഇതു ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. രാജേഷിൻ്റെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും കുറേ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. നിങ്ങളുടെ എന്താ പറയുന്നത്, അശ്വതിയുമായിട്ടുള്ള വിവാഹമോ നിങ്ങൾ തമ്മിൽ എങ്ങനെ പ്രണയിച്ചോന്നൊന്നും അവർക്കറിയില്ല. പിന്നെ നിങ്ങൾ കോടതിയിൽ പോയതും ഡിവോഴ്സ് വാങ്ങിച്ചതും പിന്നെ ഉടമ്പടി ഉണ്ടാക്കിയതിനെ പറ്റി ഒന്നും വലിയ ധാരണ അവർക്കില്ല. അവരുടെ അടുത്തേക്ക് എത്തിയ കാര്യങ്ങൾ വരെ അവർക്കറിയാം. അപ്പോൾ മൂത്ത കുട്ടിയെ കൊണ്ടുവന്നാക്കി കുറേ കഴിഞ്ഞപ്പോൾ പൊടിക്കൊച്ചിനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അവർ പോയി. കുറച്ച് ദിവസം രാജേഷ് അവിടെ നിന്നു. അത് കഴിഞ്ഞ് രാജേഷ് പോയി. അവർക്ക് ആ കുഞ്ഞുങ്ങളെ പോറ്റാനുള്ള വക ഒരു അച്ഛനെന്നുള്ളതൊക്കെ രാജേഷ് ചെയ്തിട്ടില്ല. അവരെ ഭാഗത്തുനിന്ന് ഒന്നും ക്ലിയർ അല്ല. അതെന്താ? ഈ പെണ്ണ് വഴി തെറ്റിയത് ഇയാൾ ഒറ്റടുത്തും കാരണം. സത്യം പറയണം, അച്ഛനെന്നുള്ളൊരു സ്ഥാനമൊന്നല്ല വേറെ ഒരു ഉപകാരമോ കൊച്ചിന് ചെയ്തിട്ടില്ല. ഇവള് വൈഫാണ്, ഡൈവേഴ്സ് ആണ് എന്നാലും തീർത്ത് പറയാം. ഒരു ഹെൽപ്പ് അവർ ചെയ്തിട്ടില്ല. സ്വന്തം മകളെ അന്തസ്സായിട്ട് കെട്ടിച്ചു, ഈ കൊച്ചിനെ തെരുവിലിട്ടു. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഒന്നിനും വേണ്ടിയിട്ടുമല്ല. ഇവർ പറയുന്ന കംപ്ലീറ്റ് കവടമാണ്. അല്ല, നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വിവാഹം ചെയ്തു വന്നു. പിന്നെ എന്താണ് ഒരു ഹെൽപ്പ് എന്നുള്ളത് ചെയ്തിട്ടില്ല. എന്താണ് പിന്നെ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊന്നുമില്ലാതെ അനാഥനെ പോലെ വന്നവനാണ്. അതുപോലെയാണ് അവളും വന്നത്. ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സഹായം, 1,00,000 രൂപയോളം സാധനങ്ങൾ തന്നാണ് ഇല്ല ഒന്നും തന്നിട്ടില്ല. തന്ന സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങളാണ്. ഗ്യാസ് കംപ്ലീറ്റ് സാധനം അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. കുറച്ച് സാധനം ഞാൻ മേടിച്ചതാണ്, അത് എന്റെ കയ്യിലുണ്ട്. എന്താ ആരോഗ്യമുള്ള പുരുഷനല്ലേ, ആണ്. ഒരു ഭാര്യയെ സംരക്ഷിച്ചു. നല്ല മറ്റുള്ളവരെ ഡിഫെൻഡ് ചെയ്തിട്ടില്ല. ഇവര് ഒരിക്കലും ഇവര് സഹായം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു? ഒരു അച്ഛനും അമ്മയും എന്നുള്ള സ്ഥാനത്ത് ഇവർക്ക് അച്ഛനും അമ്മയല്ല, നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു പുരുഷനാണ്. ഒരു ഭാര്യയെ പോറ്റേണ്ട പുരുഷന്റെ ധർമ്മമാണ്. എന്റെ ധർമ്മമാണ്. പക്ഷെ ഇതിനകത്ത് ഇവരെ കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടായിട്ടില്ല. പറയേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ട, ഒന്നും വേണ്ടിയിട്ടല്ല. അച്ഛനമ്മ ഗുണദോഷിക്കാൻ പോലും അവര് ഉണ്ടായിട്ടില്ല. അതാണ് എന്റെ. അല്ല, ഗുണദോഷിക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഈ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്ത് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് പിന്നെ ഉപകാരം ചോദിക്കുന്നത് എന്തിനാ? നിങ്ങൾ അങ്ങനെ പക്വതയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുട്ടി വന്ന് ഇവർ ഇതിന് കുറച്ച് അപക്വമായ രീതിയിൽ ആണ് അത് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നിങ്ങളുമായിട്ട് പ്രണയമായി ഒക്കെ ആയി, കല്യാണം എന്നുള്ളൊരു സമയം വരുമ്പോൾ ഇല്ല, നിന്റെ അച്ഛനും അമ്മയോടും സംസാരിച്ചിട്ട് നല്ല രീതിയിൽ നടത്താൻ എന്താ പറയാത്ത? നല്ല രീതിയിൽ നടത്താന്ന് പറഞ്ഞാൽ ഇത് ഒരു ട്രാജഡി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പെട്ടൊരു പെൺകുട്ടിയാണ്. അതായിക്കോട്ടെ, എന്ത് ട്രാജഡി എന്നാ കുട്ടി പറഞ്ഞു? കുട്ടി ആത്മഹത്യ ചെയ്യാൻ വന്നെന്നാ പറഞ്ഞത്. എന്തിന്? ഇയാളുമായിട്ടുള്ളൊരു പ്രശ്നത്തില്. ഒരു വൈഫുണ്ട്, അതിലും മകളുണ്ട്. അപ്പൊ ഇവളൊരു ലാച്ചം മേടിച്ചപ്പോൾ അതെടുത്ത് ആ കൊച്ചിനെ കൊണ്ട് കൊടുത്തു എന്നും പറഞ്ഞ് മാനസികമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞാൻ ഇപ്പോൾ ട്രെയിനിലൊരു അങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എറണാകുളമായിരുന്നു. അപ്പൊ ഞാൻ ടെക്സ്റ്റൈൽസ് നിൽക്കുന്ന സമയത്ത് ഒരു 250 രൂപയുടെ ഒരു ചുരിദാർ കണ്ടുവച്ചായിരുന്നു. അപ്പൊ എനിക്കത് മേടിക്കാൻ 250 രൂപ തരണമെന്ന് പറഞ്ഞു. രാവിലെ പറഞ്ഞു പിറന്നാളായതുകൊണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്ന് വെച്ചാൽ തന്നില്ല. ഇവിടെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല, ഇറങ്ങിപ്പോക്കോന്ന് പറഞ്ഞു. ഭയങ്കര ഫീൽ ആയി. അന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ പ്രവർത്തിക്കണം എന്താന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടി ഇറങ്ങിപ്പോയേ, അത്രേ ഉള്ളൂ. ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെയാണ് രാജേഷ് കൊണ്ടുപോയത്. രാജേഷിന് ഈ കാര്യം കേട്ടപ്പം ഇത് വെറും ഒരു ഈച്ചക്കാരിയാണെന്നില്ല. ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി ഒരുപാട് ഉപദേശിച്ചു. ഒരുപാട് എന്നെ കൊണ്ട് കഴിവുള്ളത് ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്നും അത് ഏത് രീതിയിലായി. ശരി രാജേഷ്, എന്തായാലും ആ കുട്ടിയോട് വീട്ടിൽ പോകണമെന്ന് പറയുമോ, നിങ്ങൾ വീട്ടിൽ അറിയുകയോ ചെയ്ത കുട്ടി രണ്ടാമത് 1 പ്രാവശ്യം കൂടി ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക്. ഞാൻ എന്നിട്ട് ജോലിക്ക് ശ്രമിച്ചു. ഉള്ളൂര് കൊണ്ടുവന്നിട്ട് ഒരു ഹോം നേഴ്സിന്റെ സെന്റർ ഉണ്ട്. എന്റെ കയ്യിൽ എന്തായാലും എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഞാനും വീടും കൂടുതലാണ് നടക്കണേണ്. അപ്പോൾ അത് ജോലിക്ക് ശ്രമിച്ചപ്പോൾ ഐഡന്റിറ്റി കാർഡ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അത് വേണമെന്ന് പറഞ്ഞു. അതില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ കൂടെ പോരുന്ന നേരം മംഗലാപുരം കൊണ്ടുപോയി. എനിക്ക് മംഗലാപുരം കുറച്ച് പരിചയമുള്ള സ്ഥലമാണ്. ഞാൻ അവിടെ പോയി, അവിടെ സുഖമായിട്ട് 2 ആളും പണിയെടുത്ത് ജീവിച്ചു. കുഴപ്പമില്ലാണ്ട് പോയി. പുള്ളിക്കാരി പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വന്നു. അച്ഛനെയും കുട്ടി അവിടെ വന്നു. എന്താ പ്രശ്നം? പ്രശ്നം എന്താന്നുള്ളത് അത് എനിക്കിപ്പോഴും അറിയില്ല. പോകാൻ നിർത്ത്. ഈ ചോറും അന്ന് വലുതായിട്ട് കറിയും ചോറൊന്നും വെക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. ചൂട് ചോറ് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നൊക്കെ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കും. ചോറൊക്കെ വലിച്ചെറിയും, എന്നെ അടിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കൺസീവ് ആയപ്പോൾ അടുത്ത വീട്ടിലെ ഓണറാണ് കൊണ്ടുപോയി എന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ കൺസീവ് ആണെന്ന് പറഞ്ഞത്. അതിൻ്റെ തലേന്ന് തന്നെ അടിക്കുകയൊക്കെ ചെയ്ത് വയറ്റി ചവിട്ടുകയൊക്കെ ചെയ്തായിരുന്നു. കലങ്ങി പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വീട് കൂട്ടിയിട്ട് എന്നെ പുറത്താക്കിയിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നത്. അച്ഛനെ വന്ന് കണ്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അച്ഛൻ മംഗലാപുരത്ത് മഞ്ചേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി.
അത് അങ്ങനെയൊക്കെ ഒരു അച്ഛൻ ചെയ്ത അച്ഛന് എന്തായിരുന്നു കുറവ് കണ്ടത്? ഈ രാജേഷ് അച്ഛൻ ഒരുപാട് തോന്നിയാസം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഇങ്ങനെയൊക്കെ ഒരു ഗർഭിണിയായി അവൻ വെളിയിൽ അത്യാവശ്യം വഴക്കൊക്കെ ഉണ്ടാക്കി പുറത്തേക്ക് അയച്ചിരുന്ന സമയത്ത് തിരിച്ചു കൊണ്ടുവിടാൻ നേരത്തെ കുറച്ച് കാര്യമായിട്ടൊക്കെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരിക്കലും ഭൂമിയെ സത്യം ഞാൻ ഒരിക്കലും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ നിങ്ങളൊരു വാക്ക് ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കണ്ടേ, ഈ ഒരാളാണ് ഈ കുട്ടിയെ ഇല്ലാതാക്കിയത് എന്ന് പറയുമ്പോൾ പിന്നെ ലാസ്റ്റ് നമ്മൾ പിരിയാൻ കാരണം പുള്ളിയാണ്. ഒരു ചെറിയ പ്രശ്നം, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വന്നപ്പോൾ ഇവള് കൊച്ചിനെ എടുത്ത് ഇവരെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. എൻ്റെ അമ്മ പ്രതീക്ഷിക്കാതെ ഒരു 6 മാസത്തെ ഇടയ്ക്ക് വീട്ടിൽ കയറി വരുമ്പം ഇവള് രാവിലെ ഒരു ചെറിയ പ്രശ്നത്തിൽ ഇവരെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ അവൾ വീട്ടിൽ നിൽക്കണം. വൈകുന്നേരം പോയി ഞാൻ വിളിക്കാറുള്ള പോലെ വിളിക്കാൻ ചെന്നപ്പം അമ്മ വന്നതൊന്നും പറഞ്ഞില്ല. മോനെ വിടും, മോളെ വിടില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഈ പ്രശ്നം തുടക്കം. വെറും ചെറിയ പ്രശ്നം. അതെന്താന്നുള്ളത് എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മേഡം. അവളോട് തന്നെ ചോദിക്കും മേഡം, ഞാൻ അങ്ങനെ എന്താ ചെയ്തേക്കണം. അച്ഛൻ അങ്ങനെ പറയില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടാണ് അമ്മേനെ പറഞ്ഞ് ഞാനും വിട്ടു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു നേരെ കൊച്ചുങ്ങളെ തന്നുള്ള നിന്റെ ഭാര്യ നീ കൊണ്ടുപോകുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. കൊച്ചുങ്ങളെ അമ്മ അച്ഛൻ എപ്പോഴും പറയും, അന്നേ പറയും മക്കളെ ഞാൻ നേരം എന്റെ മക്കളെ ഞാൻ വളർത്തിക്കോളാം എന്നേ അച്ഛൻ പറയുള്ളൂ. എന്റെ അച്ഛൻ അങ്ങനെ പറയൂ, എനിക്കറിയാതെ. ശരി മേഡം, ഇത് കഴിഞ്ഞെല്ലാം സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് ഇവര് പിരിഞ്ഞ് നിന്ന സമയം അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും കയറ്റി പാലക്കാട് വിട്ടു. അവിടെ എന്തായിരുന്നു പ്രശ്നം മേഡം? അപ്പൊ ഞങ്ങളുടെ ശല്യം കാരണം അവിടെ ഒരു കുഴപ്പമില്ല, നല്ല ജീവിതമായിരുന്നു. അവിടെ വ്യത്യസ്തമായിരുന്നു. ഡെയിലി പണിയെടുത്ത് 1000 രൂപ അവളെ കൈ കൊടുക്കും. എല്ലാ കാര്യവും കൊടുത്ത് നല്ല ജീവിതമായിരുന്നു. പിന്നെ ഇത്തിരി സ്മോൾ അടി, കാരണം അത് എന്തെങ്കിലും ടെൻഷൻ ഉള്ളപ്പോൾ ഇത്തിരി കഴിക്കും, അന്നത്തെ ഒരു മൈൻഡ് വെച്ച് കഴിക്കും. പക്ഷെ കൂടുതൽ പ്രശ്നങ്ങള് ഇങ്ങനെ ഇവള് അതിനുവേണ്ടി കാത്ത അവസരം വെച്ചിരുന്നു. അത് എനിക്ക് നിങ്ങൾ ഈ മദ്യപിച്ചു കഴിയുമ്പം പരസ്ത്രീകളെ കുറിച്ച് ഉള്ള വിശേഷങ്ങളൊക്കെ ഭാര്യയെ ഇല്ല അങ്ങനെ അത് നിങ്ങളുടെ കാമുകി ഇവർ അടിച്ചിട്ടുണ്ടോ റെയിൽവേ സ്റ്റേഷനിൽ? എന്റെ കാമുകിയല്ല, അത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പത്രം വിൽക്കുന്ന ഒരു പെണ്ണാണ്. ഞാൻ റെയിലിൽ കച്ചവടം, പല ആൾക്കാരുണ്ട്, പലവരെയും കാണും, പരിചയപ്പെടും. എന്നോട് എനിക്കിപ്പോ പെട്ടെന്ന് സഹായം ചോദിക്കാൻ വേറെ ആരും ഇല്ല മേഡം. അതുള്ളതാണ് കേട്ടാ. എന്നിട്ട് ഞാൻ ഈ പെണ്ണിനെ ഇവനെയും കൂടി വീട്ടിൽ വിളിച്ചു വരുത്തി എല്ലാ പ്രശ്നങ്ങളും തീർത്തു വിട്ട ഒരു വ്യക്തിയാണ്. ആ പെണ്ണിനാ ഇവളെ വിളിച്ച് അവനെ വിളിച്ച് ആ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് തീർത്ത് വിട്ട്. ആട്ട് ഈ പെണ്ണ് പോണ വഴി വരെ ഞാൻ നോക്കി ശ്രദ്ധിച്ച് വിട്ടത്. ഈ പിള്ളേരുള്ള കുഞ്ഞുങ്ങൾ അനാഥരാകരുത്, ഐറ്റങ്ങൾ നന്നായിട്ട് ജീവിക്കട്ടെ. അവനെ വഴക്കൊണ്ട് അവനോട്. എന്നിട്ട് ഇവള് ഇറങ്ങി പോയിട്ട് പോലും ഇവനെ വിളിച്ച് വീട്ടിൽ കേട്ടിട്ട് വീട്ടിലിരുത്തി ഞാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഒരു പാവപ്പെട്ട പെണ്ണിനെ നീ നോക്കി കെട്ട്, അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇതെല്ലാം ഈ പ്രശ്നം ഞാൻ സമ്മതിച്ചു ആളെ കൊണ്ടുവരാനും പറ്റില്ല. ഇത് കഴിഞ്ഞു, ഈ പ്രശ്നം കഴിഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന പിരിവും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഈ പ്രശ്നം 1 വർഷം കഴിഞ്ഞതിന് ശേഷം അത് അവിടെ കഴിഞ്ഞു, അവിടെ നിർത്തി കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് തിരിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ അശ്വതിയെ സംശയിക്കുകയും ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ സംശയിച്ച ഘട്ടമെന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മ തന്നെ പറഞ്ഞത് അവളെ പോക്ക് ശരിയല്ല. ആ സമയത്ത് സംശയിച്ചിട്ടുമില്ല. പാലക്കാടുന്ന് അശ്വതി എൻ്റെ അടുത്തുനിന്ന് പോകുന്നത് വരെ ഞാൻ സംശയിച്ചിട്ടില്ല. അത് പോയി കഴിഞ്ഞപ്പോഴാണ് സംശയിക്കാതെ വളർന്നു. പിന്നെ ഒരു പാടി ഇറങ്ങിയപ്പോഴാണ് ഓരോന്നായിട്ട് എന്റെ ചെവിയിൽ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ആരാണ് ഫോൺ ചെയ്യുന്നതിനൊക്കെ ജോലി സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്യുന്നത് ഫോട്ടോ നമ്പറും കൊടുത്തു വെച്ച് ഞാൻ അവന്റെ കൂടെ വിളിച്ചോടിപ്പോയത്. ഞാൻ ആ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഹിന്ദു സാലാടെക്സിൽ ജോലി ചെയ്യാം. അവിടെ 6-ാം തീയതി മാസം ഓർമ്മയില്ല, 6-ാം തീയതിയാണ് ഇവിടെ ഞാൻ എന്നെ ഇറക്കി വിടുന്നത്. 7-ാം തീയതി ഹോസ്റ്റലിൽ കയറി, 8-ാം തീയതി ഞാനിവിടെ ഡ്യൂട്ടിക്ക് കയറി. ഇവർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കേസിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടുത്തെ സാജി എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ഒരു കാർ ഏർപ്പാടാക്കി തന്നു. അയാൾ ഒരു വക്കീലും കൂടിയാണ് ഞാൻ കേസിന് പോയിരുന്നത് പാലക്കാട്. അറിയാം, പാലക്കാട് 7 ദിവസം പുള്ളി പോയി. 7 ദിവസമായിട്ട് പോയി കാണാനില്ല, കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ പഠിക്കാൻ പോയി, വീട്ടിൽ നിന്ന് ബഹളം ഉണ്ടാക്കി, പഠിക്കാൻ പോകണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോയി എന്നാ കേസ് കൊടുത്തത്. ഞാൻ ഹാജരായി. വരുമ്പോ ഒരു എൻ്റെ മോനെ ഉപേക്ഷിച്ചാണ് പുള്ളിക്കാരി പോയത്. മോൻ എൻ്റെ പക്കൽ തന്നെ ഉണ്ട്. അപ്പം മോനെ വേണ്ടാന്നും പറഞ്ഞ് അവിടെ വെച്ച് തന്നെ അവള് കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ വെച്ച് SIയുടെ മുന്നിൽ എനിക്ക് ഈ മകനെ വേണ്ട, മകളെ മതി എന്നുള്ളത് എഴുതി ഒപ്പിട്ടുന്ന കടലാസ് എൻ്റെ അമ്മയിലുണ്ട്. അമ്മ വന്നിട്ടില്ല, അമ്മയുടെ കയ്യിൽ ആ കടലാസ് ഭദ്രമായിട്ടുണ്ട്. അങ്ങനെ പിരിഞ്ഞു പോയിട്ട് പിന്നെ ഈ അജിത എന്ന് പറഞ്ഞ ആളാണ് തൊട്ടടുത്ത് താമസിക്കുന്ന വാടകയ്ക്ക്. ഒരു പെണ്ണ് ഇപ്പൊ പുതിയതായിട്ട് വന്നവര് കൊണ്ടുവിട്ടതാണ്. ഇല്ല, കരട്ടി ചാടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പം ഞാൻ തന്നെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ആ വീട്ടിനകത്ത് കയറില്ല, എന്നെ കൊണ്ടുവിട്ടേരി എന്ന് പറഞ്ഞു. എനിക്ക് കൊണ്ടുവിട്ടേക്കാന്ന് പറഞ്ഞു എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. അപ്പൊ മകനെ എന്തായാലും ഇറക്കി വിടണമെങ്കിൽ മകനെ എടുത്തിട്ട് പോകണമല്ലോ മാഡം.
മകനെ ഉപേക്ഷിച്ച് പോയപ്പോ നീ എന്റെ എനിക്ക് കൊച്ചിനെ ഇട്ടിട്ട് നീ എന്റെ സാധനങ്ങളും കിട്ടി ഇനി എനിക്ക് നിന്നെ വേണ്ട. എന്റെ മോനെ എനിക്ക് വളർത്തറിയാം. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ വരും എന്റെ കൊച്ചിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയത്. അജിതേനെ കൊച്ചിനെ നോക്കിയപ്പിച്ച് ഇവർക്കും കൊടുക്കൂല, എൻ്റെ വീട്ടിലും കൊടുക്കൂല, ഞാൻ നോക്കാന്നൊരു വാശി എടുത്തു. അജിത എന്ന് പറഞ്ഞാൽ അടുത്ത് താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. അവർക്ക് ഭർത്താവും ഒരു കൊച്ചുമുണ്ട്. അപ്പോൾ അവരെ ജീവിതത്തിൽ അവർ ഒരു കൊല്ലം പിരിഞ്ഞ് ജീവിച്ചിട്ട് ഒരുമിച്ചാണ് പാലക്കാട് താമസിക്കാൻ തുടങ്ങിയത്. ആ തുടങ്ങിയപ്പം പുള്ളി വെള്ളവടിയും പിന്നെ അവർക്ക് വളരെ മോശമായിട്ട് അവർക്ക് ആഹാരത്തിന് പോലും കൊടുക്കില്ല. ഇവിടെ നിന്ന് തന്നെ കടം മേടിച്ച് ഉപയോഗിച്ച ആൾക്കാരാണ്, എനിക്ക് സാക്ഷി പറയണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കൊച്ചിനെ നോക്കാൻ കൊടുത്ത് ഡെയിലി 200 ശമ്പളം കൊടുക്കും. ഒരു കൊച്ചിനെ നോക്കി അവിടെ ഇരുന്ന് ഭദ്രമുള്ള സാധനം പിടിച്ചു 200 രൂപ കയ്യിൽ കൊടുക്കും. അങ്ങനെ ജീവിച്ച് കുറേ നാൾ വന്നപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമായി. അവിടെ അവർ പിരിഞ്ഞു. അവർ പിരിഞ്ഞു. അപ്പോഴും മോൻ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ ഒറ്റപ്പാലം വന്നു. അവിടെ നിന്ന് മാറി ഒറ്റപ്പാലത്ത് വന്നു. 1 വർഷത്തോളം എൻ്റെ കൂടെ മോനും ഉണ്ട് ഞാനും ഉണ്ട്, സുഖമായിട്ട് ജീവിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു ഇതായിട്ട് ശത്രുക്കൾ കുറച്ച് വേറെ പ്രശ്നം വന്നപ്പോൾ എൻ്റെ മോനെ കൊണ്ട് ഇവരുടെ അടുത്താക്കി. എനിക്ക് എന്തെങ്കിലും പറ്റില്ല, 2 മക്കൾ ഒരുമിച്ചിരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് സത്യം ഇവിടെ കൊണ്ടാക്കിയത്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടല്ല. ആ പ്രശ്നമൊക്കെ കഴിഞ്ഞു, എല്ലാം തീർന്നു. ഞാൻ തിരിച്ച് മകനെ എടുക്കാനോ കാണാനോ വന്നാൽ ഇവർ ആമർ ഒരു അടുത്ത് തന്നെ ഓങ്ങിയിട്ടുണ്ട് അടിക്കാൻ. ഇല്ലെന്ന് പറയട്ടെ, ആമർ എടുത്ത് അടിക്കാൻ ഓങ്ങിയിട്ടുണ്ട് എൻ്റെ മോനെ കണ്ടിട്ട്. എന്നിട്ട് മോനെ കൊണ്ടു കൊടുത്തിട്ട് ചിരിച്ചു ചോദിച്ചോ 10,000 രൂപ തന്നാൽ നിന്റെ മോനെ നിനക്ക് തരാം. എനിക്ക് എൻ്റെ മനസ്സിൽ താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഇവർ രണ്ടുപേരും കൂടി തൃപ്പൂണിത്തറ ദേവി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും പോയി. 2 കുട്ടികൾക്ക് ഒരേപോലെ സുഖമില്ല. ഞാനില്ല, ഞാൻ വന്നു. അതിൽ 1000 രൂപ കൊടുത്തു വിളിച്ചു. 12,000 രൂപയുടെ ബില്ല് വന്നു. 12,000 രൂപയുടെ ബില്ല് വന്നു. അല്ല എന്നെ ആ ബില്ല് വന്നു ഇവര് 2 പേരും ഇട്ട് വെച്ചും പോയി. പിന്നെ ഞാൻ കടം വാങ്ങിച്ചു പോയി ഇറക്കി. ആ പൈസ കൊടുത്താൽ ഞാൻ എന്നെ അറിയിച്ചത് അശ്വതിയാണ്. കൊച്ചു ആശുപത്രിയിലാണ് ഞാൻ കൊടുത്ത പൈസ. നമ്മൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് കയ്യിൽ 1000 രൂപ കൊടുത്തിട്ട് ഞാനൊരു ആ സമയത്ത് എനിക്ക് ഫില്ലിങ്ങിന്റെ വർക്കാണ്, ട്രെയിനിൽ കച്ചവടത്തിന് അപ്പോൾ പോകണില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് എൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, ഞാൻ തളർന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് 1000 രൂപ ഞാൻ കൊടുത്തിട്ടാണ് പോയത്. അവൾ ഇരിക്കെ പറയാണ്, എന്നെ അവളെ വിളിച്ചു ചെന്നു. അപ്പോൾ അച്ഛനും അമ്മ എല്ലാവരും ഉണ്ട്, ഞാനൊരു 1000 കൊടുത്തിട്ട് ഇതിനകത്ത് കൂടുതൽ പ്രശ്നം വന്നിരിക്കും. ബില്ല് വന്നിട്ടില്ല. ഞാൻ ചെല്ലുമ്പോൾ വൈകുന്നേരം ബില്ല് വന്നിട്ടില്ല മാഡം. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല, കാണാൻ ശ്രമിച്ചിട്ടില്ല. എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൊച്ചുങ്ങൾ കിടക്കാന്ന് മനസ്സിലായി, ഇങ്ങനെ അസുഖമാണെന്ന് മനസ്സിലായി. 1000 രൂപ പിന്നെ അവരെ വിളിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഇവര് വെയിറ്റ് കാണിച്ചുകൊണ്ടാണ് എനിക്ക് അവരുടെ കാര്യം വിടൂ. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇവര് വിളിക്കുന്ന ആവശ്യം. ഇവര് വിളിച്ച് ഡിസ്ചാർജ് ആയെന്നോ ബില്ലിന്റെ പ്രശ്നം ഒന്നും എന്നോട് പറഞ്ഞില്ല. ഇല്ല, ഞാൻ പറഞ്ഞു കുട്ടികളുടെ എന്ത് കാര്യം വന്നാലും ഞാൻ ആദ്യം വിളിച്ചു. ഒന്നും വേണ്ട, അതൊക്കെ അതിന് കുറച്ച് മുമ്പ്. ഇപ്പൊ ഈ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം മോള് ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ തലകുട്ടി, പൈപ്പ് കുത്തിക്കേറി തലകുട്ടി. ഹോസ്പിറ്റലിലാണെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ കയ്യിൽ അന്ന് പൈസ ഇല്ല. അഡ്വാൻസ് പൈസ 2000 രൂപ മേടിച്ചിട്ട് വന്നത് ഞാൻ. 3000 രൂപ മേടിച്ചിട്ട് കുട്ടികൾക്ക് കുറെ തിന്നാനുള്ള സാധനങ്ങളും വാങ്ങിച്ച് 2000 രൂപ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വന്നു. അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അന്ന് ഇയാള് 5-ാം തീയതി ആകുമ്പോൾ 2500 തരണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു മോക്ക് സുഖമില്ല, ഹോസ്പിറ്റലാണ്, പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഒന്ന് വരണേ, കയ്യിൽ ആ കാശ് ഒരു ഒരാഴ്ച മുമ്പേ അങ്ങ് കൊടുത്തേര്, അവൾക്ക് സുഖമില്ലാത്തതെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ ചീത്ത വിളിച്ചു. പോണെന്നില്ല, പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ നിന്ന് പൈസ കൊച്ചു വീണ് കൈയൊടിഞ്ഞ് ഇവരെ 2 പേരെ ഞാൻ വിളിച്ചു പറഞ്ഞു. മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോയി. എന്നെങ്കിലും ആ കുട്ടികളുടെ ഡിസ്ചാർജ് ആകുമെന്ന് നമുക്കറിയാമല്ലോ. അല്ല, നിങ്ങളൊരു അച്ഛനല്ലേ? അച്ഛനാണ്. എനിക്ക് കാണാൻ ചെല്ലാൻ പറ്റാത്ത ലോക്കിംഗ് ആണ് ഇവര് ചെയ്തത്. ഹോസ്പിറ്റലിൽ പോയി ഇവര് പ്രശ്നമൊക്കെ അങ്ങനെ എന്റെ കൂട്ടുകാരൻ കൂട്ടിട്ട് പോയി, ഒറ്റയ്ക്കല്ല പോയി, ഞാൻ എന്റെ സുഹൃത്തുക്കളെയും കൂട്ടിയിട്ടാണ് അവിടെ പോയി. ഇല്ല മാഡം. രാജേഷേ, പിന്നെ എന്തുവായി പറയുന്നേ? 1000 രൂപ കൊണ്ടുവന്ന് കൊടുത്തു, കണ്ടു. അവരുടെ മുമ്പിൽ എനിക്ക് ഇത് പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം ഇവര് തമ്മിൽ ഞാനും തമ്മിൽ ഭയങ്കര ആയിക്കോട്ടെ, അതൊക്കെ പിന്നെ പ്രശ്നമാവത്തില്ലേ? പ്രശ്നങ്ങളായി കഴിഞ്ഞ് 2 പേരും പിരിഞ്ഞു, നിങ്ങൾ വേറൊരു സ്ത്രീയായിട്ട് ബന്ധമായി. ഇതിന്റെ ഒരു ബന്ധമില്ല. ഈ പേരും പറഞ്ഞാണല്ലേ അവർ എന്റെ മോൻ ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ വൈറ്റിൽ എന്റെ കൂട്ടാന്റെ ഓഫീസിൽ റൂമിലാണ്, അവിടെ അന്വേഷിച്ച് വന്ന ആളാണ് ഇരിക്കുന്നത്. ഇവൻ അവളായിട്ട് അമ്പലത്തിൽ വരെ കൊച്ചിനെയും കൊണ്ടുവന്നു. ഉടനെ ഞാൻ അവിടെ ചെന്നു, നേരിട്ട് കണ്ടു. ഞാൻ എന്നിട്ട് ഓട്ടോറിക്ഷയിൽ ഇവൻ എന്നെ കൊണ്ടുപോയി ചെയ്തു. അപ്പൊ എറണാകുളത്ത് പോയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ എങ്ങനെ ഇല്ലെന്ന് പറയുന്നത്? അവളായിട്ട് ജീവിച്ചോട്ടെ, നമുക്ക് അതൊന്നും പ്രശ്നമല്ല. ഇവരുടെ ഒന്നും പ്രശ്നം. കുട്ടികളുടെ കൊടുക്കണം എല്ലാവരോടും പറയുന്നു. പിന്നെ എന്തുകൊണ്ട് കൊടുക്കാഞ്ഞേ? 1 രൂപ ഇവൻ കൊടുക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ചോദിക്കുന്നു ഇല്ല ഞങ്ങള്.
കോംപ്രമൈസ് പെറ്റീഷൻ പ്രകാരം നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്നിട്ട് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇത് കൊടുക്കാൻ ഇവരെ സമയം ഞാൻ കൊടുക്കാൻ ഇവരായിട്ട് എനിക്ക് അടുക്കാൻ പറ്റുന്നില്ല. കുട്ടികളെ സ്കൂള് മാറ്റി മേഡം കേക്ക്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഇവര് ഒരു സ്കൂളിൽ ചേർത്തിട്ട് ആ സ്കൂള് മാറ്റി. ഇവര് സ്വന്തം താമസിക്കുന്ന വീട് മാറി. ഇവരെവിടെ താമസിക്കുന്നു? വഴിക്ക് പോയിട്ട് ഒരു ഓണത്തിന് ഒരു ഓണക്കോടി എടുത്തോ എവിടെ താമസിക്കണം എന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. എന്റെ മേഡം വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ആ മൂത്ത കുട്ടിക്ക് എന്റെ കടമ ഇവരെവിടെയൊന്നും പറയണ്ടേ. ഇവര് താമസിക്കുന്ന വീട് മാറിപ്പോയി മേഡം. അവരും വീട് മാറാം, പക്ഷെ നിങ്ങൾക്കൊരു ചുമതലയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്വേഷിക്കാം. സ്കൂളിൽ പോയി അന്വേഷിച്ചു. ഇവരെവിടെ അന്വേഷിക്കും? ഇവരെ അന്വേഷിക്കുക എവിടെയാണെന്ന് അറിയില്ല. സത്യം പറയാം, ഇപ്പോഴും പറയണ് ഇവരെവിടെ താമസിക്കുന്നത് എനിക്കറിയില്ല. എനിക്ക് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഇവരെ കയ്യിലുണ്ടെന്ന് മാത്രം അറിയാം, വേറെ എനിക്കൊന്നും അറിയില്ല. അവരെങ്ങനെ അറിയും? ഇവര് ഇവിടെ അച്ഛനും അമ്മ എന്നുള്ള നിലയ്ക്ക് അവരെ കയ്യിൽ ഭദ്രമാന്നുള്ളത് മാത്രം അറിയാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങോട്ട് പോയി ഇവര് ഇതിന്റെ ഇടയ്ക്ക് സ്വന്തം കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, എങ്ങനെ ജീവിക്കുന്നു, ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അച്ഛനാണോ നിങ്ങള്? അച്ഛനാണ്. ഞാൻ ഇല്ല അച്ഛനാണ്. ഇവരെന്റെ പേർക്ക് മരട് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് എന്നെ കൊണ്ട് SIനെ കൊണ്ട് ഇടിപ്പിച്ച്. ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വയ്യാത്തവൻ എന്തിനൊരു അച്ഛനും അമ്മയും ആകാൻ പോകും? ഒരിക്കലും ഇല്ല. എന്റെ കുഞ്ഞിന് ഇവരെ പറയണ കാട്ടി എത്ര വെച്ചു കൊടുക്കാൻ ഞാൻ റെഡിയാ. ഇവരെ ഉണ്ടെങ്കിൽ അല്ല എന്റെ ഉണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്റെ മക്കളെ നോക്കാനും കൊണ്ടു നടക്കാനും ബാധ്യസ്ഥരാണ്. എനിക്കിതിലൊരു ഒബ്ജക്ഷനും ഇല്ല. എന്റെ മക്കളെ കൊണ്ടുനടന്ന് നോക്കാൻ ഞാൻ ദാസ്യ. ഒരു 8 മാസം എന്റെ മക്കളെ ഞാൻ കണ്ടിട്ട്. ഇളയ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴല്ലേ അതിന്റെ കാലയില് അതെന്താ സംഭവിച്ചത്? വയറ് മടക്കി അടിച്ചു. ഒരു കുഴപ്പമുണ്ടായില്ല എന്റെ മക്കൾക്ക്, ഒരു കുഴപ്പമുണ്ടായില്ല. ഇല്ല. അത് ഞാൻ ഇവരോട് ഇവിടെ കൊണ്ടാക്കണേന് ഞാൻ എന്റെ കാര്യം അവരോട് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് പ്രശ്നമുണ്ട് ഇവിടെ കൊണ്ടാക്കണം, അതാന്ന് ഞാൻ പറഞ്ഞില്ല. അവള് കൊച്ചിനെ അടിക്കണം, അതുകൊണ്ട് ഇവിടെ കൊണ്ടാക്കിയെന്ന് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവിടെ ആക്കിയത്. കൊച്ചിന് പരിക്ക് വന്നത്? കൊച്ചിന് ഒരു പരിക്കൂല. വയറ് മടക്കി അടിച്ച പാടായിരുന്നു. ഇപ്പൊ കൊച്ചിനെ വിളിച്ചോണ്ടെന്ന മേഡത്തിന് കാണാൻ എന്താ പരിക്കുള്ളത്? ഇത് ഒരു വർഷം ഇല്ല, ഇത് ജസ്റ്റ് ഒരു 9 മാസത്തെ ഒരു കാര്യം. 9 മാസം മുമ്പുള്ള കാര്യമാണ്. ഈ 9 മാസത്തിനിപ്പുറം ഡൈവേഴ്സ് കേസും ഇവര് തമ്മിൽ പ്രശ്നങ്ങളും ഇവര് കേസ് കൊടുത്തതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി. അവിടെ പറഞ്ഞേക്കണം ഒരാഴ്ച 2500 രൂപ വെച്ച് സ്റ്റേഷനിൽ എഴുതി വെച്ചേക്കണം, കൊടുത്തേക്കാന്ന്. സ്റ്റേഷനിൽ എഴുതി വെച്ചതല്ലാതെ നിങ്ങൾ കോംപ്രമൈസ് പെറ്റീഷൻ ഉണ്ട് ഓൾറെഡി. അപ്പൊ അതിന് നിങ്ങൾ വെച്ചിട്ടുണ്ട്, വ്യവസ്ഥയുണ്ട്. ഞാനാ വെച്ചത്. എന്റെ മകൾക്ക് പൈസ കൊടുക്കാൻ കോംപ്രമൈസ് ഡിഗ്രി ആയി. രാജേഷ് ചെയ്ത പ്രവൃത്തികളുടെ ഒരു അനന്തരഫലം എന്തൊക്കെയാണെന്ന് ആലോചിക്കണം. അജിത എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ ഭർത്താവുമായിട്ട് കുറച്ച് നാൾ പിരിഞ്ഞിരുന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ അവർ ഒന്നിച്ചൊരു പുതിയ ജീവിതം തുടങ്ങാനിരുന്ന സമയത്ത് നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അവരടുത്ത് ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് കൊടുത്തു, 200 രൂപയും കൊടുത്തു. ആ കുടുംബം രണ്ടും രണ്ടായി. ആയല്ലോ. അപ്പൊ അത്ര നിങ്ങളെ കൊണ്ടൊരു സുഹൃതം സാധിച്ചു. ഒരു പെങ്കൊച്ച് വീട്ടിൽ നിന്ന് ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് ഇറങ്ങി വന്നു. അത് മാനസിക നില ശരിയില്ലാത്ത പെണ്ണ്. ആ പെണ്ണിനെ കൊണ്ടുപോയി കൂടെ ജീവിച്ച് 2 കൊച്ചുങ്ങളുമായി അതിന്റെ ജീവിതം. അപ്പൊ നിങ്ങൾ ശരിയല്ല. നിങ്ങൾ ആ കുട്ടി കയ്യിലെത്തിയത് ഒരു നല്ല വിവരവും അത്യാവശ്യം പക്വതയുമുള്ള പുരുഷന്റെ കയ്യിലായിരുന്നെങ്കിൽ ഈ പെണ്ണ് നേരെ ആയിപ്പോയനെ. അത് എന്റെ മനസ്സിൽ അത് പോയില്ല. എന്റെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചില്ല. എന്റെ മനസ്സിൽ നിങ്ങള് ഇങ്ങനെ ഒരു കുട്ടിയാണ്, ഇങ്ങനെ ഇറങ്ങി വന്നൊരു പെണ്ണാണ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു പെണ്ണാണ്, അതിനൊരു അമ്മായും അച്ഛനും ഉണ്ട്. വിവാഹം നിയമപരമായിട്ട് നടത്തിയിട്ടെങ്കിലും ഒന്നിച്ച് ജീവിക്കാൻ നിങ്ങൾ ഉപേക്ഷിക്കാനോ നിയമപരം നടത്താനോ അതൊക്കെ പിന്നത്തെ കാര്യം. ഉപേക്ഷിക്കാനോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഉപേക്ഷിച്ചല്ലോ നിങ്ങള്. ഈ അജിത എന്ന് പറഞ്ഞ പെണ്ണിനെ ഉപേക്ഷിച്ചില്ലേ? ഉപേക്ഷിച്ചിട്ട് വേറൊരു കുടുംബമൊക്കെ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? റെയിൽവേ സ്റ്റേഷൻ വേറെ കുട്ടി അല്ല, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചല്ലേ ഈ കുട്ടിയെ കാണുന്നത്? അവിടെ പോലീസ് ഉണ്ടല്ലോ. പോലീസുണ്ട്. അവരെ ഏൽപ്പിക്കാമായിരുന്നല്ലോ. പക്ഷേ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് വിളിച്ചോണ്ട് പോകാമായിരുന്നു? നിങ്ങൾക്ക് എന്ത് അധികാരമായി ഈ കുട്ടിയെ വിളിച്ചോണ്ട് പോകാൻ? കുട്ടി എന്റെ കൂടെ വിളിച്ചപ്പോ വന്നു, ഞാൻ കൊണ്ടുപോയി. അത്ര തന്നെ. ഞാൻ കൊണ്ടുപോയി എന്റെ കൂടെ 2 ദിവസം ഉണ്ടായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോന്ന് പറയും. എന്ത് അവകാശത്തിന്റെ പേരിൽ ആ കുട്ടിയെ വിളിച്ചോണ്ട് പോയേ? നിങ്ങൾ ആ കുട്ടിയുടെ ആരാ? അച്ഛനാണോ? അല്ല. ഭർത്താവാണോ? അല്ല. സഹോദരനാണോ? അല്ല. ബന്ധുക്കളാണോ? അല്ല. ആരും അല്ല. പിന്നെ ഏത് രീതിയിൽ ആ പെൺകുട്ടിയെ വിളിച്ചോണ്ട് പോയി? ഹലോ യൂട്യൂബ്, മൈ നെയിം ഇസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദി ടോൺ. സമഗ്ര സംഭാവന അവാർഡ് 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.